അല്ല ജീപ്പ് സഫാരിക്കും പോയ പോലെ ഉണ്ടല്ലേ. അമ്മ എന്നിങ്ങോട്ട് നോക്കിക്കോ. Alexa, close the sunroof. Okay. ഈ ചേട്ടൻ നീ ആദ്യം തിരിച്ചപ്പോ അങ്ങോട്ട് ഇത് വ്ളോഗ് ചെയ്യുക. ഞങ്ങൾ മലേഷ്യയിലെത്തപ്പോൾ ഈ ഒരു യാത്ര 45 മിനിറ്റ് മുന്നെയാണ്. ആൻഡി കിടന്നുറങ്ങുകയായിരുന്നു. പിന്നെ ഞാനിങ്ങനെ വിൻഡോയിൽ എൻ്റെ മോള് ഉറങ്ങുകയാണ്. ഞാനിങ്ങനെ വിൻഡോയിൽ നോക്കിയിരുന്നു. അതിന് ഇതല്ലേ ഈ യാത്ര. പിന്നെ എല്ലാരും ടയർഡാട്ടോ മോൻ കാണുമ്പോ. അമ്മു കിടന്നുറങ്ങി ജിന്നയുടെ സൈഡിൽ ഇങ്ങനെ ചാരി. ഞാൻ വീതി ഇങ്ങനെ നോക്കണം, ഇങ്ങനെയല്ല ബാഹുബലി. മഹേന്ദ്ര ബാഹുബലി. അമ്മു എന്നെ ഇങ്ങനെ എടുക്കാൻ സൂം ചെയ്തൊക്കെ സൂം ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലേ. അതിനൊക്കെ മേക്കാൻ്റെ നല്ല എന്താ അപ്പോൾ മലേഷ്യയിൽ എത്തി ഡേ 1 ഫസ്റ്റ് തന്നെ വെൽക്കം എവ്രി വൺ ടു അവർ ചാനൽ. ആൻഡ് ദിസ് ഇസ് മൈ കുറേ പ്രാവശ്യം ഞാൻ ഈ സിറ്റി മലേഷ്യ വിസിറ്റ് ചെയ്തത് കാരണം തന്നെ എനിക്ക് കാണാൻ പാഠമാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് ആക്ച്വലി I never came here, so walk through river of life was first time I experienced, but it was really nice. കാരണം ഇവിടുത്തെ വ്യൂ ഷുവർലി ഇത് നൈറ്റ് വ്യൂ ആണ് ബെസ്റ്റ്. അപ്പോൾ ഇവിടെ നൈറ്റ് ടൈം വരുന്നത് നല്ലതായിരിക്കും. ആൻഡ് ഇറ്റ് വാസ് റിയലി നൈസ്. ആൻഡ് ആക്ച്വലി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്, അവരുടെ അമ്മ, മോളൊക്കെ എന്ന് വെച്ചാൽ അത്രയും
വീഡിയോ എടുക്കാനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്ന് വീഡിയോ എടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഓൺ ദ വേ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ഫ്രൂട്ട്സ് അങ്ങനത്തെ ഒക്കെ ഇവിടെ ഇഷ്ടംപോലെ നമുക്ക് വാക്ക് ചെയ്യുമ്പോൾ കാണാം. അപ്പോൾ ഇത് ഇവിടുന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ കുറേ ചുറ്റും ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ ആ റിവർ ഓഫ് വാക്ക് ത്രൂ റിവർ ഓഫ് ലൈഫ് അതൊക്കെ നടന്ന് തിരിച്ച് ഞങ്ങൾ വന്ന് ഇപ്പോൾ സലോമ ബ്രിഡ്ജ് ഇത് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി വന്നതാണ്. ഞാൻ ഏകദേശം ഒരു 5 വർഷം മുൻപ് ഇവിടെ സ്ഥിരമായിട്ട് താമസിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊന്നും ഇത് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ സലോമ ബ്രിഡ്ജ് വാസ് ബ്യൂട്ടിഫുൾ. ആൻഡ് ഇതിലൂടെ നമുക്ക് ട്വിൻ ടവറും കാണാൻ സാധിക്കും. ആൻഡ് ഇവിടെ വെച്ച് എൻ്റെ ഒരു റിമോട്ട് ട്രൈപോഡിൻ്റെ മിസ്സായിപ്പോയി. സോ ഇറ്റ് വാസ് റിയലി സാഡ്. ബട്ട് അതർവൈസ് ഇറ്റ് വാസ് റിയലി എന്താ പറയുക, നല്ലൊരു വ്യൂ ആണ്, അടിപൊളി. അപ്പം നിങ്ങളെല്ലാവരും മിസ് ചെയ്യരുത്. ആൻഡ് ഇത് കളേഴ്സൊക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്യും, പല കളേഴ്സായിട്ടൊക്കെ. ഞാൻ ഇവർക്ക് അത്ര ഒരു ഫോട്ടോസൊന്നും അത്ര ഇഷ്ടമല്ല അധികം എടുക്കാൻ. അതുകൊണ്ട് നമ്മൾ ഒത്തിരി നേരമൊന്നും ഇവിടെ നിന്നില്ല. കുറേ വേഗം നമ്മൾ വേഗം എല്ലാവരും പിന്നെ ടയേർഡുമായി. കാരണം ഫസ്റ്റ് ഡേ എന്ന് വെച്ചാൽ ഇമിഗ്രേഷനൊക്കെ കുറേ നേരം കാത്തു നിന്നു. ആൻറ്റിയൊക്കെ നല്ല ടയേർഡായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ വേഗം ഇത് സലോമ ബ്രിഡ്ജിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കണ്ടു. എന്നിട്ട് പിന്നെ ട്വിൻ ടവറിൻ്റെ ഫ്രണ്ടിൽ നിന്നൊക്കെ ഫോട്ടോ സെഷൻസൊക്കെ എടുത്ത് വേഗം പോയി. അപ്പം ഞാൻ ഇങ്ങനെ കുറേ വാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ I was taking the video and all because it's beautiful. Must visit place, because photo sessions ഒക്കെ ഇഷ്ടം പോലെ എടുക്കാം നമുക്ക്. അപ്പോൾ കുറേ ഇഷ്ടം പോലെ ഫുഡ് ട്രൈ ചെയ്യാനുണ്ട് മലേഷ്യ. ഇതൊരു ലിമോയ്സ് ആണ്. ലിമോയ്സ് ബെസ്റ്റ് ട്രൈ, യു ഷുഡ് ട്രൈ. ആൻഡ് ഇവിടെ കുറേ ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് ബൺസൊക്കെ കിട്ടും, സ്റ്റീംഡ് ബൺസ്. യു ഷുഡ് ഓൾസോ ട്രൈ ദാറ്റ്. പിന്നെ ഇവർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വൈറ്റ് കിട്ടിയതിൻ്റെ കൂടെ പിന്നെ ഇത് കൊയ്ത്തോയാണ്, ഇത് ചിക്കൻ കൊയ്ത്തോയാണ്. ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്. യു മസ്റ്റ് ട്രൈ. ആൻഡ് ഓൾസോ ദേ ബോട്ട് ഫ്യൂ സം ചിക്കൻ സ്റ്റഫ്ഡ് ആയ ഒരു ഇതാണ്. ലുക്സ് യമ്മി ആൻഡ് ഇറ്റ് വാസ് നൈസ്. ഫുൾ ചിക്കൻ ആയിരുന്നു, നല്ല ഹെവി ആയതാണ്. നല്ല നമുക്ക് പോകാം. അപ്പൊ ഹൗ വാസ് ഇറ്റ് ജലനാലോ സ്ട്രീറ്റ്? ഗുഡ്. ഓക്കേ, നൈസ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു കാരമൽ പുഡിംഗ് ആണ്. ഇതൊരു നല്ല വ്ളോഗേഴ്സൊക്കെ മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. അതുകൊണ്ട് ജസ്റ്റ് വി ട്രൈ. ഇതാണ് കൊച്ചി. ദിസ് ഇസ് അങ്ങനെ നമ്മൾ ഡേ 2 എന്ന് പറഞ്ഞാൽ രാവിലെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഡൂരെ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ് വന്നത്. ഇവർ തന്നെ ഞങ്ങളുടെ ഹോട്ടൽ അറേഞ്ച് ചെയ്ത പ്ലേസാണ്. ആൻഡ് അതേപോലെ നമ്മളൊരു സെക്കൻഡ് ഡേ വാസ് വണ്ടർഫുൾ. നമ്മളൊരു പാലസിൽ പോയി, സുൽത്താൻ്റെ പാലസ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ട് ഷെയർ ചെയ്യാൻ. ഐ വിൽ ഷെയർ ഇൻ ദ നെക്സ്റ്റ് പാർട്ട്. So see you all and stay tuned.